മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 72. ഇതെവിടെ പോയി? കണ്ണനെ അവൻ്റെ മുറിയിലെങ്ങും കാണാഞ്ഞിട്ടാവാം ചുമ്മാ നേരെ ഹാളിലേക്ക് നടന്നത്. അവിടം ശൂന്യമായിരുന്നു എന്ന് മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങുവാനായി പോകുകയും ചെയ്തിരുന്നു. ഷെടാ, ഇതെവിടെ പോയി കിടക്കുവായി കണ്ണേട്ടൻ? അപ്പോഴാണ് വീടിൻ്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് ചുമ്മു കണ്ടത്. ഒരു ഊഹം വെച്ച് കണ്ണൻ പുറത്തുണ്ടാവുമെന്ന് കരുതി അവൾ ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നു. ഉമ്മറത്ത് വെട്ടമുണ്ടായിരുന്നെങ്കിലും പതിവില്ലാത്ത രീതിയിൽ ഇരുട്ട് മൂടിക്കിടക്കുന്ന മുറ്റം അവളെ ഒട്ടൊന്നുമല്ല അമ്പരപ്പിച്ചത്. ഇതെന്താ, ആരും മുറ്റത്തെ ലൈറ്റിടാഞ്ഞേ? അതും ചിന്തിച്ചുകൊണ്ടാണ് ചുമ്മു മുറ്റത്തേക്കുള്ള വെട്ടം തെളിയിച്ചത് തന്നെ. കണ്ണനെ അവിടെയെങ്ങും നോക്കിയിട്ട് കാണാതിരുന്നത് കൊണ്ട് പെണ്ണ് വാതിൽക്കലേക്ക് നടക്കുവാനായി തിരിഞ്ഞു തുടങ്ങി. പെട്ടെന്നാണ് എൻ്റെ ഓർമ്മയിൽ അവൾ വീണ്ടും മുറ്റത്തേക്ക് നോട്ടം പായിച്ചത്. ഇത്തിരി മാറി ഗേറ്റിനരികിൽ നിൽക്കുന്ന ഒരു മനുഷ്യരൂപമാണ് ആദ്യം അവളുടെ കണ്ണിൽ പെട്ടത്. അവിടെ ഇത്തിരി ഇരുട്ടായത് കാരണമാകാം ആ നിൽക്കുന്നത് കണ്ണനാണെന്ന് മനസ്സിലാക്കുവാൻ ചുമ്മാൻ ഇത്തിരി സമയമെടുത്തു. കണ്ണേട്ടൻ എന്തിനാ ഈ സമയത്ത് അവിടെ പോയി നിൽക്കുന്നേ? മനസ്സിലങ്ങനെ പെറുപെറുത്തുകൊണ്ടാണ് അവൾ ഉമ്മറത്തു നിന്നും മുറ്റത്തേക്കുള്ള പടികളിറങ്ങി അങ്ങോട്ടേക്ക് നടന്നത്. അടുത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് ആൾ വലിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന്. അതും റോഡിലേക്ക് നോക്കി നിന്ന് എന്താ ആലോചിച്ചുകൊണ്ട്. കണ്ണേട്ടൻ വലിക്കുമോ? ഇങ്ങനൊരു കാഴ്ച ഇതാദ്യമാണ്. ചിലപ്പോൾ ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കും മുറ്റത്തെ ലൈറ്റ് കെടുത്തിയിട്ട് അവിടെ പോയി നിൽക്കുന്നത്. അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു എന്ന് തൊട്ടു പിന്നിലായി നിന്നു. എന്തൊക്കെയോ ഗഹനമായ ചിന്തകളിൽ മുഴുങ്ങി നിന്നതുകൊണ്ടാവാം അവൾ ചെന്നതുപോലും അവൻ അറിയാതിരുന്നത്. പുതിയ ശീലമാണോ? ഇത്തിരി ഉച്ചത്തിൽ തന്നെ ചുമ്മു ചോദിച്ചു. പിന്നിൽ നിന്നുള്ള ചുമ്മുവിൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് കണ്ണൻ അവൾക്ക് നേരെ ഒട്ടൊരു ഞെട്ടലോടെ തിരിഞ്ഞതും നടുവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ തിരികെ കയറ്റി വെച്ചിരിക്കുന്ന പകുതി കത്തിത്തീർന്ന എടുത്ത് മുറ്റത്തേക്കിട്ടിട്ട് വലങ്കാലിലെ ചപ്പലി കൊണ്ട് ചവിട്ടി ഇറച്ചതും. ഇത്തിരി പഴയ ശീലം തന്നെയാണ്. താഴെ ഇട്ടത് കെട്ടുവെന്ന് ഉറപ്പിച്ചതിന് ശേഷം കാലുകൾ കൊണ്ടത് ഒരു വശത്തേക്ക് തട്ടിയെറിഞ്ഞവൻ. ചുമ്മു അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. കാരണം കണ്ണൻ്റെ ഇഷ്ടങ്ങളിൽ തലയിടുവാൻ അവൾക്ക് തോന്നിയില്ല. എന്താണ് ഈ വരവിൻ്റെ പിന്നിൽ? നെഞ്ചിന് മുകളിൽ കൈകൾ രണ്ടും പിണച്ചു കെട്ടിക്കൊണ്ട് അവൻ ആ പെണ്ണിൻ്റെ മുൻപിൽ നിന്ന് ചെറുതായി ചിരിച്ചു. അവനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിലും ആ മുഖത്തെ ഭാവങ്ങൾ മുറ്റത്തു നിന്നും വരുന്ന അരണ്ട വെളിച്ചത്തിൽ അവൾക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. തപ്പലോ തടയലോ ഒന്നുമില്ലാതെ അവൾ സംസാരത്തിന് തുടക്കമിട്ടു. എന്തേ? മാധവ് തിരക്കി. എന്നിട്ട് അവളെ കേൾക്കാൻ എന്നവണ്ണം കാതുകൾ കൂർപ്പിച്ചു തന്നു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് കണ്ണേട്ടനെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഫീലായോ? ഉള്ളിലുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ അങ്ങനെ തന്നെ ചോദിച്ചു പെണ്ണ്. എങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായില്ല. ചെക്കൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. നമ്മുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ അമ്പുറ്റിയമ്മയോട് സംസാരിച്ചില്ലേ, പങ്കുവിൻ്റെ വിഷയത്തിൽ? പതറിച്ച് ഏതും കൂടാതെ അവൾ ചോദിച്ചു. അതിനിപ്പോൾ ഞാനെന്തിനാ ഫീലാവുന്നേ? നീ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മാത്രമേ എല്ലാവരും അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അവളോട് സംസാരിച്ചുകൊണ്ട് തന്നെ കണ്ണൻ വീടിന് നേർക്ക് നടന്നു. അവന് പിന്നാലെ ചുമ്മുവും. അപ്പോൾ ശരിക്കും സങ്കടമായില്ല അല്ലേ? അവളൊരു ഉറപ്പിനു വേണ്ടി വീണ്ടും ചോദിച്ചു. എന്താ സംശയം? നീ ഇതുപോലെയുള്ള ഏതെങ്കിലും കൂശാക്കൊള്ളി ഇതിനകത്ത് തിരികെ കയറ്റുമെന്ന് നേരത്തെ തന്നെ ഞാൻ ഊഹിച്ചിരുന്നു. തനിക്ക് പിന്നാലെ നടന്നു വരുന്നവളെ ഒരു വട്ടം തിരിഞ്ഞു നോക്കിയിട്ട് വീടിൻ്റെ പടികൾ അവൻ മെല്ലെ കയറുവാൻ തുടങ്ങി. നമ്മൾ തമ്മിലൊരു സമാധാന കരാർ ഒപ്പിട്ടതിന് ശേഷം അങ്ങനെയൊരു സംസാരം എൻ്റെ നാവിന്ന് വരരുതായിരുന്നു. കണ്ണേട്ടന് ഫീലായെന്ന് ഓർത്തു വന്നതാ ഞാൻ. ചെക്കന് പിന്നാലെ ഉമ്മറപ്പടികൾ കയറുന്നതിനിടയിൽ അവളൊരു ക്ഷമാപണം നടത്തി. അപ്പോൾ അവരോട് പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നോ? പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാനാണോ തീരുമാനം? സോപാന പടിയിലേക്ക് ഇരുന്നു കൊണ്ട് കണ്ണൻ തൻ്റെ മനസ്സിലുള്ള സംശയം തുറന്നു ചോദിച്ചു, അതും കുറുമ്പോടെ. എന്തിന്? അങ്ങനെ തിരിച്ചെടുക്കാനൊന്നും പോണില്ല. അവന് നേരെ ചെന്ന് നിന്നവൾ. അപ്പോൾ പിന്നെ എങ്ങനെയാ? എൻ്റെ കാര്യത്തിൽ ഇത്രയും ചൂടും ശുഷ്കാന്തിയുള്ളവൾ ഇനി എന്തു ചെയ്യും? അത്രയും നേരം ഗൗരവത്തോടെ ഇരുന്നവൻ്റെ ചുണ്ടുകളിൽ ഒരു കുറുമ്പ് ചിരി വിടർന്നു.
നോക്കട്ടെ, അമ്പൂറ്റിയമ്മ സമ്മതിക്കുമായിരിക്കും. പെണ്ണിന് ചെറിയ രീതിയിലൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അച്ചമ്മ സമ്മതിച്ചില്ലെങ്കിലോ? പഴയ ആൾക്കാരാണ്. ഇക്കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ നേരെ തന്നെ പറഞ്ഞു. സമ്മതിച്ചില്ലെങ്കിൽ കല്യാണക്കാരൻ കഷ്ടത്തിലാവും. ഇരു കൈകളും പിന്നിലേക്ക് വളച്ച് കൂട്ടിപ്പിടിച്ചവൾ. അടിപൊളി. അവനൊന്ന് ചിരിച്ചു. ഇങ്ങനെയൊക്കെ വരൂ എന്ന രീതിയിൽ. എന്നിട്ട് ഇരു കൈമുട്ടുകളും സോപാനപ്പടികൾ ചാരിയിൽ കുത്തി പിന്നിലേക്ക് ശരീരം താങ്ങിയിരുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് എന്നോടുള്ള പ്രണയം ഉള്ളിൽ കൊണ്ട് നടന്നത് സത്യം തന്നെയല്ലേ? കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പെണ്ണ് കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു. ആണെങ്കിൽ? അവനിലൊരു പുഞ്ചിരി ഉണ്ടായി. എന്നെ കെട്ടാൻ അത്രയ്ക്ക് ആഗ്രഹമല്ലേ കണ്ണേട്ടന്? ചുമ്മാ അവനോട് ആകാംക്ഷയോടെ തിരക്കി. ഉണ്ടെങ്കിൽ? അവളുടെ ആ ചോദ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലായിട്ടും അവൻ മറുചോദ്യം ചോദിച്ചു, ഒട്ടൊരു കുറുമ്പോടെ. ആണെങ്കിലേ പോയി അമ്പൂറ്റിയമ്മയോട് സംസാരിച്ച് നോക്ക്. ഇരുപുരികവും പൊക്കിയും താട്ടും ആംഗ്യം കാട്ടിക്കൊണ്ട് പറയുന്നവളെ നോക്കി കണ്ണൻ ഉള്ളിൽ ചിരിച്ചു. അറിയാം, ചുമ്മാ ഇങ്ങനെയാണ്. അവൾ ഇങ്ങനെയേ ആവുകയുള്ളൂ. ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിലും ഇവൾ ചുമ്മാ ആകുകയല്ലോ. സമയമെടുക്കും, നന്നായിട്ട് സമയമെടുക്കും. മാറ്റങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. ഇനിയും അവൾ മാറും ഒരുപാട്. കണ്ണൻ അപ്പോൾ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുകയായിരുന്നു. കേൾക്കുന്നുണ്ടോ? അവൾ വീണ്ടും എന്തോ പറഞ്ഞിട്ട് തോളിൽ തട്ടി വിളിച്ചപ്പോഴാണ് കണ്ണൻ സ്വബോധത്തിലേക്ക് വന്നത്. കേട്ടു. മനസ്സിലെ തണുപ്പ് ഒരു പുഞ്ചിരിയായി കണ്ണൻ്റെ ചുടികളിലേക്ക് വീഴുവാൻ അധികം താമസമെടുത്തില്ല. എന്നിട്ട് എന്ത് തീരുമാനിച്ചോ? പെണ്ണിൻ്റെ ചോദ്യം. എന്ത് തീരുമാനിക്കണം? ചെക്കനിൽ വീണ്ടും കുറുമ്പുണർന്നു. കണ്ണേട്ടൻ എന്തും തീരുമാനിക്കാം. പറഞ്ഞ മുഹൂർത്തത്തിൽ നമ്മുടെ കല്യാണം നടക്കണമെങ്കിലേ ആദ്യം പോയി സ്വന്തം അനിയനെ ആ പെണ്ണിനെ സെറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാൻ നോക്ക്. ഇനിയിപ്പോൾ ഇത് കണ്ണേട്ടൻ്റെ ബാധ്യതയാണ്. അപ്പോൾ എങ്ങനെയാ? ഏറ്റെടുക്കുമല്ലേ? കണ്ണുകൾ രണ്ടും ചിമ്മിക്കാട്ടിക്കൊണ്ട് ചുമ്മാ കുറുമ്പോടെ പറഞ്ഞതും ചിരിയോടെ തലയാട്ടിക്കാട്ടുവാൻ മാത്രമേ മാധവിന് കഴിഞ്ഞുള്ളപ്പോൾ. ഇങ്ങനെയൊരു പെണ്ണ്. ചെക്കന് ചിരി വന്നുപോയി. എങ്കിലും ഞാൻ പോണു. പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ. ഗുഡ് നൈറ്റ്. ഒരു വട്ടം കൂടി കണ്ണനെ ഓർമ്മിപ്പിച്ചിട്ട് പെണ്ണ് തിരിഞ്ഞു വീടിനുള്ളിലേക്ക് കയറി. അവൾ അകത്തേക്ക് കയറി പോകുന്നിടം വരെ കണ്ണൻ അതേ ഇരിപ്പിരുന്നു. എൻ്റെ പെണ്ണേ. തല പിന്നിലേക്കാക്കി സോപാനപ്പടിയുടെ മുകളിൽ താങ്ങി വെച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കിക്കിടക്കുമ്പോൾ രാത്രിയുടെ നിറവിൽ ആകാശത്തിൽ പൂത്ത താരകങ്ങൾക്കെല്ലാം ചുമ്മുവിൻ്റെ മുഖമാണെന്ന് ഒരു വേള അവന് തോന്നിക്കാണണം. സ്നേഹിക്കുന്നവളെ ജീവനായി കാണുന്നതിനോടൊപ്പം അവളുടെ ഏത് തീരുമാനങ്ങളിലും ഒപ്പം നിൽക്കുവാനുള്ള മനസ്സ് അല്ലെങ്കിലും ചിലർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അവിടെ പരിഭവങ്ങൾക്കും പിണക്കങ്ങൾക്കും ഒന്നും ഒരു സ്ഥാനവും ഉണ്ടാകുകയില്ല. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് സ്റ്റോറി തരുന്നില്ല. എൻ്റെ തെറ്റ് തന്നെയാണ്. പക്ഷെ കാരണം ഇതാണ് കേട്ടോ. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. തലവേദന നല്ല എക്സ്ട്രീം ലെവലിലായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചത് ശേഷം ഞാനിപ്പോൾ പതുക്കെ ഒന്ന് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം അടുത്ത പാർട്ട് പെട്ടെന്ന് തന്നെ തരുന്നതായിരിക്കും.